സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയും സന്തോഷമുള്ള ഒരു വാർത്തയുമായി മാറുകയാണ് വേടന്റെ വിവാഹം. വേടൻ എന്ന ഗായകൻ മലയാളികൾക്ക് വളരെയധികം സുപരിചിതനായ വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ഇടയിലോ അല്ലെങ്കിൽ യുവതലമുറയുടെ ഇടയിലോ മാത്രം നിൽക്കേണ്ട ഈ ചെറുപ്പക്കാരന്റെ പാട്ടും അദ്ദേഹത്തിന്റെ പല വാർത്തകളും തന്നെയാണ് അദ്ദേഹത്തിനെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാക്കി മാറ്റിയത് എന്ന് പറയാം. പ്രത്യേക രീതിയിലുള്ള ഗാനാലാപന ശക്തി കൊണ്ട് വളരെയധികം പ്രേക്ഷക ശ്രദ്ധ നേടിയ താരത്തിന് ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. വേടൻ തന്റെ ദീർഘകാല സുഹൃത്തിനെയും പ്രണയിനിയെയും വിവാഹം കഴിക്കാൻ പോകുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിവാഹിതരാകാൻ ഒരുങ്ങുന്നു എന്ന് വേടൻ തന്നെ പറയുന്നുണ്ട്. സന്തോഷ വാർത്ത പങ്കുവച്ച റാപ്പർ വേടൻ യുവ എഴുത്തുകാരിയായ നവമി ലതയാണ് വധുവെന്നും എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരുടെ വാർത്തകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. വേടനെ പല കാര്യങ്ങൾ പറഞ്ഞും പലരും വിമർശിച്ചിട്ടുണ്ടെങ്കിലും അന്നും ഇന്നും വലിയ പിന്തുണ നൽകി വേടനോടൊപ്പം നിന്ന വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ എഴുത്തുകാരിയായ നവമി ലത എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വേടന്റെ ഗേൾ ഫ്രണ്ട് എന്ന രീതിയിൽ തന്നെയാണ് എല്ലാവർക്കും താരത്തിനെ കൂടുതലും അറിയാവുന്നത്. ഇരുവരും ഏറെ നാളായി പ്രണയത്തിലാണ്. ഫെബ്രുവരി 24 തൃശ്ശൂരിൽ വെച്ചാണ് വിവാഹം നടക്കുക എന്ന് അറിയുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ ദിനാഘോഷത്തിന്റെ ഭാഗമായി തന്നെ കണ്ണൂര് ധർമ്മശാലയിൽ സർക്കാർ നടത്തുന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ വെച്ചാണ് നടക്കുക. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് വേടന്റെ വിവാഹകാര്യം ആദ്യം പരസ്യപ്പെടുത്തിയത്. പിന്നീട് വേടനും ഇത് സ്ഥിരീകരിച്ചു. ലളിതമായ ചടങ്ങുകളോടെ തന്നെ രജിസ്റ്റർ വിവാഹം ചെയ്യാനാണ് തീരുമാനമെന്ന് വേടൻ പറഞ്ഞു. മാഷ് പറഞ്ഞതുപോലെ 24-ാം തീയതി ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ കേട്ട വാർത്ത സത്യമാണ്. പലരും ഈ വാർത്ത വിശ്വസിച്ചില്ലായിരുന്നു. പലരും എന്നോട് ചോദിച്ചിട്ടുമില്ല. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചോളൂ, ഇത് സത്യമായ കാര്യം തന്നെയാണെന്നും ഞാൻ ഉടൻ വിവാഹിതനാകാൻ പോകുന്നുവെന്നും വേടൻ പറഞ്ഞു. ലളിതമായ ചടങ്ങുകളോടെ തന്നെയായിരിക്കും രജിസ്റ്റർ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് വേടൻ പറഞ്ഞു. മാഷ് പറഞ്ഞതുപോലെ എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ 24-ാം തീയതി രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. എൻ്റെ കല്യാണമാണ്. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം പ്രതീക്ഷിക്കുന്നുവെന്നാണ് വേടന്റെ വാക്കുകളിൽ അദ്ദേഹം അനുഗ്രഹത്തോടെ സ്നേഹം അറിയിച്ചത്. പൊതുവെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇത്തരത്തിൽ പോസ്റ്റുകൾ പങ്കുവെക്കാറുണ്ടായിരുന്നു. ഇതിനു മുൻപും ഈ പറയുന്ന പെൺകുട്ടിയുമായിട്ടുള്ള ചിത്രങ്ങളെല്ലാം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് വേടനെയും ഗേൾ ഫ്രണ്ടിനെയും ഒക്കെ നേരത്തെയും എടുത്തത്. വേടന്റെ കൂട്ടുകാരി എന്ന് തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും വേടനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെക്കുറിച്ചും പറയുന്നത്. അതുപോലെ തന്നെ എപ്പോഴും വേടന്റെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് പാട്ടെഴുതാറുള്ള വ്യക്തി കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ വേടൻ. എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടായപ്പോഴും വേടനെ പിന്തുണച്ചവർ പോലും വേടനെ തള്ളിപ്പറഞ്ഞപ്പോഴും അന്നും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് വേടന്റെ ഈ പെൺസുഹൃത്ത് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല തീരുമാനം തന്നെയാണ് ഈ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതെന്ന് ഇപ്പോൾ എല്ലാവരും പറയുകയാണ്. കാരണം അന്ന് വേടനെ അവിശ്വസിച്ചവർ പോലും പിന്നീട് മാറി നിൽക്കുകയായിരുന്നു ചെയ്തത്. അതായിരുന്നു വേടന്റെ മോണലാവേ എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന വേടന്റെ പെൺസുഹൃത്തിന്റെയും സ്നേഹം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.